ഹായ്, ഞാൻ ഡോക്ടർ ഹസീന പുന്നപ്പാല. ആയുർട്യൂബറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയുർവേദ വിധി പ്രകാരം ജീവിതത്തെ നിലനിർത്തുന്ന 3 തൂണുകളിൽ ഒന്നാണ് ഉറക്കം. സമാധാനത്തോടു കൂടി നല്ലൊരു ഉറക്കം കിട്ടുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണല്ലേ. എന്നാൽ മിക്ക ആളുകളിലും ഈ ഒരു ഉറക്കക്കുറവ് ഇന്ന് കാണപ്പെടുന്നുണ്ട്. നല്ല ഉറക്കം കിട്ടാനായി ചില ടിപ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായി ചില ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം തയ്യാറാക്കിയതാണ് ഇന്നത്തെ വീഡിയോ. ഉറക്കത്തിന്റെ പ്രാധാന്യവും നല്ല ഉറക്കം കിട്ടാനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചും നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ എന്നിവയെക്കുറിച്ചും ഒരു 3 മിനിറ്റിൽ നിങ്ങൾക്കായി വിശദീകരിക്കാം. നല്ല ഉറക്കം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ വളരെ അത്യന്താപേക്ഷിതമാണ്. രാത്രി 11 മണി മുതൽ രാവിലെ 6 മണി വരെ മെലറ്റോണിൻ എന്നൊരു ഹോർമോൺ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിനെ റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. എന്നാൽ വലിയ പ്രകാശമുള്ളപ്പോഴും നമ്മൾ വളരെ ആക്റ്റീവായി ഉണർന്നിരിക്കുമ്പോഴും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മൂഡ് സ്വിങ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, അമിതമായ ദേഷ്യം എന്നിങ്ങനെയുള്ള ചില മാനസിക പ്രശ്നങ്ങളിലേക്ക് ഇത് കൊണ്ടെത്തിക്കാറുമുണ്ട്. പതിവായി ഉറക്കം കിട്ടാതിരുന്നാൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളായ ദഹനം, ശ്വസനം, മലവിസർജനം എന്നീ പ്രക്രിയകളെ ഇത് തകരാറിലാക്കുകയും അതുമൂലം പലതരത്തിലുള്ള രോഗാവസ്ഥകളിലേക്ക് നയിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6 മുതൽ 8 മണിക്കൂർ നേരം ഉറക്കം ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നല്ല ഉറക്കം കിട്ടാനായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായി മൊബൈൽ, TV, ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിച്ചതിന് ശേഷം കിടക്കുന്നത് ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായി ചായ, കാപ്പി എന്നിവ കുടിക്കാതിരിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കേണ്ടതാണ്. ഉറക്കക്കുറവുള്ള ആളുകൾ അവരുടെ ജോലി സമയത്തിന് ശേഷം അമിതമായി വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കുക. വൈകുന്നേരം വ്യായാമം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉറങ്ങുന്നതിന് ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ചെയ്തു തീർക്കേണ്ടതാണ്. ഫ്രൂട്ട്സ്, ചെറുപയർ മുളപ്പിച്ചത് എന്നിവ ധാരാളമായി കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും. ബ്രെയിനിലെ ഉറക്കം നൽകുന്ന സ്ലീപ്പ് സെന്റേഴ്സിനെ നറിഷ്മെന്റ് കിട്ടാനായി നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ഉറക്കം കിട്ടാനായി 1 മണിക്കൂർ മുമ്പായി കൈകാലുകൾ കഴുകി തുടച്ച് 1 ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ അശ്വഗന്ധ ചൂർണം നന്നായി കലക്കി മിക്സ് ചെയ്തതിന് ശേഷം അത് കുടിച്ചുകൊണ്ട് ഉറങ്ങുന്നത് കൊണ്ട് നല്ല ഉറക്കം കിട്ടും. ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായി ചെറു ചൂടുള്ള പാൽ കുടിക്കുന്നത് ഉറക്കം ലഭിക്കാൻ സഹായിക്കും. 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് ചെറു ചൂടുള്ള വെള്ളത്തിൽ കാൽ വെച്ചിരിക്കുന്നത് നല്ല ഉറക്കം പ്രദാനം ചെയ്യും. ക്ഷീരബല തുടങ്ങിയ എണ്ണ ഉപയോഗിച്ച് തലയിലും ദേഹത്തും നന്നായി പുരട്ടി ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് നല്ല ഉറക്കത്തെ പ്രദാനം ചെയ്യും. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പായി ഉള്ളംകാലിൽ എള്ളെണ്ണയോ നല്ലെണ്ണയോ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തുകൊണ്ട് ഉറങ്ങുന്നത് നല്ല ഉറക്കം കിട്ടാൻ വളരെയധികം സഹായിക്കും. 12 മണിക്കൂറിന് ശേഷം ഉറക്കം കിട്ടാതെ വരികയാണെങ്കിൽ തീർച്ചയായും ഒരു ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഉറക്കം കിട്ടാനായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചും നല്ല ഉറക്കം കിട്ടാനായി നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ചില പൊടിക്കൈകളെ കുറിച്ചും ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ ഹെൽതി, ടേക്ക് കെയർ, ബൈ.